റാഗി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഇഡ്ഡലി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിനായിട്ട് 1 ഗ്ലാസ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് റാഗി എടുത്തു, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/4 ഗ്ലാസ് കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ളത്. ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചൊരു 5 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഒന്നിച്ച് അരയ്ക്കാൻ പറ്റില്ല ഇതിൽ മിക്സിയിൽ. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. 2 ട്രിപ്പ് അരച്ചതും ഒന്നിച്ച് ചേർത്ത് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഓവർനൈറ്റ് അങ്ങ് വയ്ക്കാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, കണ്ടില്ല നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി ഇഡ്ഡലിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനിയും ഒരു ഇഡ്ഡലി പാത്രം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നപ്പോൾ ഇതിൻ്റെ തട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മാവിളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഒഴിച്ചു കൊടുക്കാവൂ. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സൂപ്പർ ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കാം. ഒട്ടും പറ്റിപ്പിടിക്കാതെ നല്ല ഷേപ്പിലുള്ള ഇഡ്ഡലി, ഇതുപോലെ കൂടുന്ന ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കൂടിപ്പോകരുത്. നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇതേ ബാറ്റർ കൊണ്ട് തന്നെ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മാവിനകത്തേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്കിതുപോലെ തന്നെ ദോശമാവ് ഒഴിച്ച് തിന്നായിട്ട് പരത്തിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. മുകൾ ഭാഗമെല്ലാം ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യോ നമുക്കിഷ്ടമുള്ളത് തൂത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ടല്ലേ, വളരെ ക്രിസ്പിയാണിത്. ഇതിന് നമുക്കെടുത്ത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ റാഗി ഇഡ്ഡലി, അതുപോലെ തന്നെ ദോശ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.